ഇറാന്റെ ആണവായുധം ഭദ്രമായിട്ട് റഷ്യയുടെ കയ്യിലുണ്ട്. ഒരു സംശയം വിചാരിക്കണ്ട. എല്ലാ വിധത്തിലും ഇസ്രായേൽ തോറ്റു. ഫുൾ വീഡിയോ കാണാട്ടെ. ഫുൾ വീഡിയോ നമ്മള് ഫുള്ളായിട്ട് വീഡിയോ കാണും. മനസ്സിലാക്കി? ഫുള്ള് വീഡിയോ പറഞ്ഞുതരാം. ഏതായാലും പറയാൻ പോണ കാരണം എന്താ പറയുക, ഇറാന്റെ ആണവായുധം എന്താ അറിയോ സേഫായി റഷ്യയുടെ കയ്യിലുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം എന്താ അറിയോ, അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വലിയ മോഹമായിരുന്നു ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നുള്ളത്. സേഫായിട്ട് റഷ്യയുടെ കയ്യിലുണ്ട്. വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. അതിന് മുമ്പായി നമ്മൾ പറയേണ്ട വേറൊരു കാര്യം എന്താ അറിയോ, ലോകം കണ്ട ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന അമേരിക്ക, ഇസ്രായേൽ അല്ലേ, ഇറാനോടാണ്. രണ്ട് വലിയ ശക്തികൾ ചേർന്നിട്ടാണ് ഇറാൻ ആക്രമിക്കുന്നത്. പക്ഷേ മനസ്സിലാക്കുന്ന കാര്യം എന്താ, ചെറിയൊരു പ്രശ്നം എന്താ അറിയോ, പണ്ട് ഗസയിലെ പലസ്തീൻ മക്കളെ എന്താ അറിയോ, അവിടെയുള്ള പാവപ്പെട്ട ആൾക്കാർ അവിടെയുള്ള ബിൽഡിങ്ങുകൾ തകർക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ടുണ്ട്. കാരണം മിസൈൽ ഇട്ടാൽ മാത്രം മതി. അവിടെ പോയി വീണോളും, ആൾക്കാർക്ക് പരിക്കേറ്റ് മരിച്ചു പോവും. ഒക്കെ നമ്മൾ നന്നായിട്ട് അവിടെ കുട്ടികളെ കുറേ ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്ന് തള്ളി, കുട്ടികൾ 10,000 കുട്ടികൾ മരിക്കപ്പെട്ടു. അത് നമുക്ക് അറിയുന്ന കേസാണ്. അതെന്താ അറിയുക, അവിടെ മിസൈൽ ഇട്ട്, ഇസ്രായേലിന് മിസൈൽ ഇട്ട് അവിടെ പോയി വിടുകയായിരുന്നു. പക്ഷെ ആള് മാറിപ്പോയെന്ന് തോന്നുന്നു. ഇറാനിനെയൊക്കെ കളിച്ചത് വൻ ശക്തിയായി മാറിയ ടെക്നോളജി കൊണ്ടും എല്ലാ വിധത്തിലും ശക്തി കേന്ദ്രമായ ഇറാനോടാണ് കളിച്ചത്. കാരണം ഇറാനെ സംബന്ധിച്ച് സംരക്ഷിക്കാൻ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പുറത്ത് വേറെ ഉണ്ട്. റഷ്യ, ചൈന, ഉത്തര കൊറിയ, അങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. കണ്ടറിയോ, പറയാനുള്ള കണ്ടറിയോ, ചമ്മിപ്പോവുക. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ലോകം കണ്ടുകൊടുക്കുക ഇറാന്റെ ശക്തിയെ പറ്റിയാണ്. മനസ്സിലാക്കാൻ കാരണം രാവിലെ ഇന്ന് അമേരിക്ക ഒരു മിസൈൽ അയച്ചു ആണവകേന്ദ്രം തകർത്തു എന്ന് പറഞ്ഞ സമയത്ത് ഇറാൻ പറഞ്ഞ കാരണം ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അത് പറയാൻ കാരണം അത് റഷ്യന്റെ ആൾക്കാർ വന്ന് പറഞ്ഞു ഇറാന്റെ ആണവകേന്ദ്രത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം പറയാനുള്ള കാരണം എന്താ അറിയോ, ഇറാനിലുള്ള ബുഷാർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അവിടെ റഷ്യന്റെ കുറെ പട്ടാൾക്കാരുണ്ട്. അവർ കൂടിയിട്ട് ഈ റഷ്യയും ഇറാനും കൂടിയിട്ടാണ് എന്താണ് ഈ ആണവ സംഗീതം അല്ലെങ്കിൽ ഈ സംഗതി ഉണ്ടാക്കി കൊടുക്കുന്നത്. അവിടെ ഈ റഷ്യന്റെ പട്ടാൾക്കാരുണ്ട്. 200 പട്ടാൾക്കാർ അവിടെ കിടക്കുന്നുണ്ട്. ഏത് ഈ റഷ്യന്റെ എന്താ അറിയോ, ഈ ഇറാന്റെ ആണവായുധം സംരക്ഷിച്ചുകൊണ്ട് റഷ്യന്റെ എന്താ പറയുക പട്ടാൾക്കാർ ഇറാനുണ്ട്. അവിടേക്ക് വലിയ സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അന്നപ്പം എന്താ അറിയോ, ഈ അമേരിക്ക വിട്ടവിടേക്കാ ആണവകേന്ദ്രം ആദ്യ സ്ഥലത്തേക്കാണ് വിട്ടത്. അവിടേക്കൊന്നും സംഭവിച്ചു, അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. അവിടെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ഒക്കെ വരും തീർക്കുന്നുണ്ട്. ഇറാന്റെ ആൾക്കാർ നേരം തീർച്ചിട്ട് മാറ്റി അവിടേക്ക് സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ഇറാന്റെ ആണവകേന്ദ്രത്തിന് ഒരു പരിക്കും പറ്റിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ലോകശക്തികൾ എന്ന് പറയുന്ന അമേരിക്കയും ഇസ്രായേലും ശരിക്കും പറയാൻ വടി പിടിക്കുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങളാണ് മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കി എന്താ അറിയോ, ഇറാൻ പറയുന്നത് ആണവം വികസിപ്പിച്ചെടുക്കാനുള്ള പരിപാടി റഷ്യയും കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്താ അറിയോ, ഈ മിസൈൽ അടിച്ച അത് അമേരിക്കക്കും അറിയാം, അതാ സത്യം. റഷ്യയും കൂടിയിട്ടാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് അമേരിക്കക്ക് അറിയാം. അവിടെ ആണവകേന്ദ്രം ഉണ്ട് എന്നുള്ള കാര്യവും അമേരിക്കക്ക് അറിയാം. അമേരിക്ക ഒരിക്കലും അവിടേക്ക് മിസൈൽ അയച്ചിട്ടില്ല. കാരണം അവിടേക്ക് ആ മിസൈൽ അയച്ചു കഴിഞ്ഞാൽ റഷ്യന്റെ പട്ടാൾക്കാർക്ക് മരണം സംഭവിക്കും. റഷ്യന്റെ ആൾക്കാർക്ക് ആടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ പറയുക, റഷ്യയും പിന്നെ ഇസ്രായേലും അമേരിക്കയും പിന്നെ ഉണ്ടാവില്ല. റഷ്യയോട് കളിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നില്ല, അമേരിക്ക ഉണ്ടാവില്ല, ഇസ്രായേലും ഉണ്ടാവില്ല. ഒരു സംശയമുണ്ട്. പിന്നെ ഇറാനോട് കൂടി കൊടുത്താൽ സംഗതി എന്താ പറയുക അടിപൊളിയായി മാറും. ആ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്താ പറയുക, എല്ലാം മിസൈൽ ഉണ്ടാക്കാനും ട്രോണുകൾ ഉണ്ടാക്കാനും മിസൈൽ ഉണ്ടാക്കാൻ മാത്രമല്ല ബുദ്ധി കൊണ്ടും കളിക്കാൻ ഇറാന് കഴിഞ്ഞുള്ള സത്യമാണ്. റഷ്യ ഒപ്പമുള്ളത് കൊണ്ടായിരിക്കാം. കാരണം ലോകം കൊണ്ട് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് റഷ്യയെ സംബന്ധിച്ചോളം ചൈനയെ സംബന്ധിച്ചോളം ഈ എന്താ പറയുക പറയാൻ കാരണം എന്താ പറയുക, ഒരു വമ്പൻ ടെക്നോളജികളായിട്ടുള്ളത്. ഇറാനും കൂടി ചെയ്തിട്ട് ഒലപ്പം ചെയ്യുന്നത്. ഇറാനും റഷ്യയും ചൈനയും ഒക്കെ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന അമേരിക്കയും ഈ ഇസ്രായേലും പറയുന്നത് എന്താ അറിയോ നമ്മൾ ഭൂപടത്തിൽ പോലും കാണാണ്ടായി പോകുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് മുമ്പോട്ട് വരുന്നത്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. കാരണം അന്നപ്പോൾ മനസ്സിലാക്കാൻ കാര്യം എന്താ അറിയോ, ഇപ്പോ ഇസ്രായേൽ പറയുന്ന പോലെ ഇറാന്റെ ആണവകേന്ദ്രത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇറാൻ അതുവരെ മുമ്പോട്ട് പോകുന്ന കാര്യത്തിൽ ഉറപ്പായി. അതിനൊരു കോട്ടം പറ്റിക്കാൻ അമേരിക്കക്കോ ഇസ്രായേലിനോ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ ശക്തികൾ തോറ്റുപോയി, അത് തോറ്റു പിന്മാറി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതേ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കാൻ എന്താ അറിയോ, അമേരിക്കൻ്റെ അന്ന് രാവിലത്തെ ആക്രമണം അത് ശക്തമായി തിരിച്ചടിക്കുന്നുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു പിടുത്തവുമില്ല. എന്താ പറയുക, ഇനി ഇറാന്റെ ആണവകേന്ദ്രം അവിടെ ഉള്ളത് റഷ്യന്റെ സ്ഥലത്താണുള്ളത്. റഷ്യന്റെ സംരക്ഷണത്തിലാണുള്ളത്. അവിടേക്ക് അങ്ങ് ആ മിസൈൽ അയച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ അറിയോ, കരിമ്പിത്തോട്ടത്തിൽ ആന ഗൗരവങ്ങളായിപ്പോവും.
ഇസ്രായേലും അമേരിക്കയും. അതുകൊണ്ട് അവിടേക്കൊരു സംഭവം നടക്കാൻ പോകുന്നില്ല. ആ കാര്യങ്ങൾ മറന്നേക്കുന്നുള്ള രൂപത്തിലാണ് ലോക രാജ്യങ്ങൾ പറയുന്നത്. ലോകത്തുള്ള ആൾക്കാർ പറയുന്നത് അറിയോ, ഇറാനായിട്ട് ആണവ കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മറന്നേക്ക്. കാരണം അത് ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം റഷ്യ കൂട്ടിനുണ്ട്. അതുകൊണ്ട് അവിടേക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാര്യങ്ങളാണ് മുമ്പോട്ട് വരുന്നത്. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ, സബ്സ്ക്രൈബ് മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാരണം അറിയോ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബട്ടൺ വെക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേഗം എൻ്റെ വീഡിയോസൊക്കെ കിട്ടും. പിന്നെ ഒരുപാട് ആൾക്കാർ എന്താ അറിയോ, ഈ ചാണകം നിന്നത് കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് എന്തൊക്കെയൊക്കെ തോന്നുന്നുണ്ട്, എന്തൊക്കെയോ പറയണമെന്ന് തോന്നുന്നുണ്ട്. കുറേ ആൾക്കാർ നമ്മൾ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ കാര്യമാക്കാൻ അറിയോ, നമ്മളൊന്നും കാര്യമാക്കണ്ട. അവർക്കൊക്കെ നല്ലോണം കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലായി. കാരണം അറിയോ, സത്യസന്ധമായി കാര്യങ്ങൾ പോകുന്ന സമയത്ത് എന്താ പറയുക, കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ കൊള്ളും. സത്യം നേർക്ക് പറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ കൊള്ളും. അത് നമ്മൾ നോക്കേണ്ട കാര്യമല്ല. കാരണം അറിയോ, നമുക്ക് ആരും മനസ്സിലായില്ലേ, അതാണ് സംഭവം. താങ്ക് യു വെരി മച്ച്.